പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ മാസത്തേക്കുള്ള ഒരു സങ്കീർത്തനം പറയാം. നമ്മൾ എല്ലാ മാസവും ഓരോ സങ്കീർത്തനം വെച്ച് പഠിക്കുന്നുണ്ട്. ജനുവരിയിൽ സങ്കീർത്തനം 16, ഫെബ്രുവരിയിൽ സങ്കീർത്തനം 32. നിങ്ങളിതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്രാവശ്യം നമ്മൾ നോമ്പിലാണല്ലോ. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ നമുക്ക് പഠിക്കാനുള്ള സുന്ദരമായൊരു സങ്കീർത്തനം അന്ന് ആവർത്തിച്ച് വായിച്ചിട്ട് ഒന്ന് കാണാപ്പാടം പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരു 31 വാക്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സുന്ദരമായൊരു സങ്കീർത്തനം, സാം 22, 22ാമത്തെ സങ്കീർത്തനം. ഇതിനെക്കുറിച്ച് നേരത്തെ ധ്യാനങ്ങളിലൊക്കെ ടോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സ്ഥിരമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പിനൊക്കെ എനിക്കൊന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ പിന്നെ ഈ വർഷം നമ്മുടെ ഷാലോൺ ടി വിയിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ 2 തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ ആ വ്യാഖ്യാനങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ ചിന്തിക്കേണ്ടത്, നമുക്ക് അതിനുള്ള സമയമില്ല. 22ാം സങ്കീർത്തനം പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും 31 വാക്യങ്ങളിൽ ഈ സങ്കീർത്തനം പഠിക്കുമ്പം വലിയൊരു കാര്യം നമ്മൾ മനസ്സിൽ ഓർക്കണം. ഇതിൻ്റെ തുടക്കം നിങ്ങൾക്കറിയാലോ. 1-ാം വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു. സോ ഇത് നിങ്ങൾക്കറിയാം, അച്ഛൻ പറഞ്ഞു തന്നില്ലെങ്കിലും ഈ സങ്കീർത്തനത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ നോമ്പുകാലത്ത് ഇത് പഠിക്കുമ്പോൾ എന്താണത് മനസ്സിൽ ഇപ്പോൾ ഓടി വന്നിട്ടുണ്ടാവും. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 വാക്യങ്ങളിലൊന്നാണ്, 7 കാര്യങ്ങളിലൊന്നാണത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ കൈവിടിഞ്ഞു. യഹൂദരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ മരണത്തിൻ്റെ സമയത്ത് ഒരു യഹൂദൻ അയാൾ സങ്കീർത്തനം പ്രാർത്ഥിക്കണം. സങ്കീർത്തനം തുടങ്ങിയാൽ മതി, കൂടെ നിൽക്കുന്നവരാണ് അത് പൂർത്തിയാക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂൾ. അപ്പോൾ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ കൈപിടിഞ്ഞു എന്നുള്ള 22ാം സങ്കീർത്തനം ആരംഭിച്ചു. ശരിക്കും നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? അത് പൂർത്തിയാക്കുക. നമ്മൾ വേണത് ഈ കുരിശിൻ ചോട്ടിൽ നിന്നുകൊണ്ട് അത് പൂർത്തിയാക്കാൻ. നമുക്കത് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണത്. ഈശോ തുടങ്ങിയ ആ സങ്കീർത്തനം നമ്മൾ പൂർത്തിയാക്കുക. ചുമ്മാ വായിച്ചു തീർക്കല്ല, കാണാപ്പാടം പഠിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്കതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. സിമ്പിളായ ഒരു കാര്യമാണ്. ഈശോ ഇത് നോക്കിയല്ല പറഞ്ഞ അല്ലേ, ഈശോയ്ക്ക് അത് കാണാപ്പാടം അറിയായിരുന്നു. അത് പ്രാർത്ഥിച്ചു. നമുക്കും ഇപ്പോൾ ഈശോയുടെ ഒരു പീഡാസ്ഥാനത്തോടൊക്കെ ചേർന്ന് ചിന്തിക്കുമ്പോൾ, ഓരോ ദിവസം രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കിടന്നുറങ്ങുമ്പോൾ, ഈ വചനമൊക്കെ വായിച്ച് കിടന്നുറങ്ങുമ്പോൾ കൂടുതൽ അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് സാം 22 ഈ മാസം ഒന്ന് കാണാപ്പാടം പഠിക്കാൻ വേണ്ടി നോക്കാമോ. 31 വാക്യങ്ങളല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈശോ പ്രാർത്ഥിച്ച സങ്കീർത്തനം എന്ന് ഒരു സ്പെഷ്യാലിറ്റി അതിനുള്ളത് കൊണ്ട് അന്ന് വായിക്കണം. ഈ 31 വാക്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിത് എവിടെയോ ഒരിക്കലും ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തു, ശരിക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെയും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ, നമ്മളെല്ലാവരുടെയും ചില സഹനങ്ങളെക്കുറിച്ചാണ് ഈ ഒരു സങ്കീർത്തനത്തിൽ പറയുന്നത്. എനിക്ക് വേദനകളുണ്ടായി, കളിയാക്കലുകളുണ്ടായി, ശരീരം നൊമ്പരപ്പെട്ടു, എൻ്റെ വസ്ത്രം അവർ കീറിയെടുത്തു, ചുറ്റും നിന്ന് അവരെന്നെ ആക്രമിച്ചു, എനിക്ക് എൻ്റെ തല നാണു പോണ തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി. ഇങ്ങനെ ഒത്തിരി വേദനകളെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവിനോട് ഇങ്ങനെ പരാതിയല്ല, ഒരു സങ്കടം പോലെ പറയുകയാണ്, ദൈവമേ, ഞാൻ രാവും പകലും ഒക്കെ കിടന്ന് നിലവിളിച്ചിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ, എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ, എന്താ ഞാൻ ഈ കൈ വിരിച്ച് പിടിക്കുന്നതൊന്നും കാണുന്നില്ലേ. ശരിക്കും നമ്മളൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷേ എന്നിട്ട് വലിയൊരു കാര്യം പറയുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ശ്രദ്ധിക്കണം. 4, 5, 6 വാക്യങ്ങളൊക്കെ കർത്താവിനെ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തകൻ പറയാണ്, ദൈവമേ, ഇതിനു മുമ്പ് ഞങ്ങളുടെ തലമുറ മുഴുവൻ നിന്നിൽ ആശ്രയം അർപ്പിച്ചു. എങ്കിൽ ആശ്രയിച്ച് ആരും ഇതുവരെ നാണം കെട്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രത്യാശയും അങ്ങ് തന്നെയാണ്. ഞാൻ കാത്തിരിക്കും. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പം പോലെ അങ്ങൻ്റെ ദൈവമാണ്. എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാം. ഈ ദുഷ്ടർ എനിക്കെതിരെ ഇങ്ങനെ നിൽക്കുമ്പോഴും, എനിക്ക് ഇത്രയും സഹനങ്ങൾ വരുമ്പോഴും, എന്നെ സഹായിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തപ്പോഴും, ഐ ട്രസ്റ്റ് ഇൻ യു. 31ാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കും. എൻ്റെ ദൈവം ചെയ്ത അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ടൊക്കെ ഞാൻ മാറും. ഈ ജനത്തിൻ്റെ മുമ്പിൽ അങ്ങേ ഞാൻ പ്രഘോഷിക്കുമെന്ന്. സുന്ദരമായൊരു സങ്കീർത്തനമാണ്. അപ്പോൾ ഇതൊന്ന് പഠിക്കണം കേട്ടോ. ഇത് പഠിച്ചു. മാർച്ച് മാസത്തിലേക്കുള്ള സങ്കീർത്തനമാണ്. ഈ 22ാം സങ്കീർത്തനത്തിൻ്റെ എല്ലാ അഭിഷേകവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ വെച്ചൊരു കുരിശിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ദൈവമേ, നീ എന്നെ കേൾക്കുന്നില്ലേ എന്നൊക്കെയുള്ളൊരു പരാതി, ഒരു സങ്കടം ഉള്ളിൽ വരുമ്പോൾ ഈ സങ്കീർത്തനം നിങ്ങൾക്ക് പ്രത്യാശയായിട്ട് 100 മേനി ബലം ചൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത് പ്രാർത്ഥിക്കണം. ഈ മാസം കൊണ്ട് ഇതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വചനത്തിൻ്റെ വലിയ അഭിഷേകം നിങ്ങൾക്ക് നിറയട്ടെ. സാധിക്കുന്നവരിലേക്കെല്ലാം ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും ഈ സങ്കീർത്തനം ഒന്ന് പഠിക്കാൻ വേണ്ടി പറയുക. ഇത് പഠിക്കുന്ന എല്ലാവർക്കും ഇതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. 22ാം സങ്കീർത്തനത്തിലെ ഓരോ വചനവും നിങ്ങൾക്ക് 100 മേനി ബലം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.